നമസ്കാരം. ശുക്രനും ബുധനും തമ്മിലുള്ള സംയോഗത്താൽ രൂപപ്പെടുന്ന ശുഭകരമായ ഒരു യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം. ഇതൊരു രാജയോഗമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ലക്ഷ്മി നാരായണ യോഗം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരാണ് എങ്കിൽ അവർ ജീവിതത്തിൽ അതീവ ഭാഗ്യശാലികളായ വ്യക്തിയാകും. നവഗ്രഹങ്ങളിൽ ധനം, സൗന്ദര്യം, സുഖ സൗകര്യങ്ങൾ, ഭൗതിക സുഖം, ആഡംബരം, സമ്പത്ത്, ധനം എന്നിവയുടെ എല്ലാം തന്നെ കാരണഭൂതനാണ് സാക്ഷാൽ ശുക്രൻ. ബുധനാണ് എങ്കിൽ ബുദ്ധി, വൈഭവം, ആശയവിനിമയം, നർമ്മബോധം എന്നിവയുടെ എല്ലാം കാരണഭൂതനും. അതിനാൽ ലക്ഷ്മി നാരായണ യോഗത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ലക്ഷ്മി നാരായണ യോഗത്തിൽ ബുധനെ വിഷ്ണുവിന്റെ സ്ഥാനത്തും ശുക്രനെ ലക്ഷ്മിയുടെ സ്ഥാനത്തുമാണ് കാണുന്നത്. അതിനാൽ തന്നെ പ്രാധാന്യം ഏവർക്കും മനസ്സിലാകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ അഥവാ ഈ രാശിക്കാരായ വ്യക്തികൾക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ 5 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടാൻ പോവുകയാണ്. ഒക്ടോബർ 13 വരെയാണ് ശുക്രൻ തന്റെ മൂല ത്രികോണ രാശിയായ തുലാത്തിലാണ് അഥവാ തുലാത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒക്ടോബർ 10 ബുധൻ ഈ രാശിയിലേക്ക് വന്നെത്തുന്നതുമാണ്. അങ്ങനെ ബുധ ശുക്ര സംയോഗമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനാൽ ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടുകയും ലക്ഷ്മി നാരായണ യോഗത്താൽ പല രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ആരാണ് എന്ന് മനസ്സിലാക്കാം. മേടം രാശിയാകുന്നു. മേടം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ ലക്ഷ്മി നാരായണ യോഗത്താൽ നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ രാശിയുടെ 7ാമത്തെ ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപാന്തരം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് സകല കാര്യങ്ങളിലും കർമ്മരംഗങ്ങളിലും വിജയങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബത്തിൽ സന്തോഷവും സന്തോഷകരവുമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ മൊത്തത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നതായ സമയം തന്നെയാണ് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബിസിനസ്സിലും ബുധന്റെയും ശുക്രന്റെയും അനുഗ്രഹം കൊണ്ട് ലാഭങ്ങൾ അഥവാ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഈ സമയം സമ്പാദ്യം വളർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം തീർച്ചയായും ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വൃശ്ചികം രാശിക്കാർക്കും ലക്ഷ്മി നാരായണ യോഗത്താൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും മടക്കി കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഭാഗ്യം, സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ 6ാമത്തെ അഥവാ ഈ രാശിയുടെ 6ാമത്തെ ഭാവത്തിലാണ് ശുക്രബുധ സംയോഗം നടക്കുന്നത്. ഇതിനാൽ തന്നെ ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് സകല മേഖലകളിലും സംതൃപ്തിയും സമാധാനവും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നതായ സമയമാകുന്നു. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങൾ പല മേഖലകളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പണം എപ്രകാരം സമ്പാദിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനോടൊപ്പം ആരോഗ്യപരമായ കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം.
എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായി ഉണ്ട്. എന്നിരുന്നാൽ പോലും ആരോഗ്യ കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായി തീരാം. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമായി തീരും. പ്രത്യേകിച്ചും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി നാരായണ യോഗത്താൽ വളരെയധികം നേട്ടങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു രാശിക്കാരാണ് നിങ്ങൾ. ഈ രാശിയിൽ ജനിച്ച വ്യക്തികളാണ് എങ്കിൽ ശുക്രന്റെയും ബുധന്റെയും അനുഗ്രഹം നിങ്ങൾക്ക് ആവോളമുണ്ട്. അതിനാൽ തന്നെ പല മേഖലകളിലും നിങ്ങൾക്ക് വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ സംതൃപ്തി വന്നു ചേരുക, അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ജോലി നിങ്ങൾക്ക് വീണ്ടും പുനരാരംഭിക്കുവാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും അതിൽ വിജയങ്ങൾ നേടുവാനും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിരവധിയാർന്ന അവസരങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അനുയോജ്യമായ സമയമാകുന്നു. അധ്വാനത്തിനൊത്ത ഫലം ലഭിക്കുന്നതായ സമയം. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്ന കാര്യവും ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കൾ മൂലമുള്ള ശല്യങ്ങൾ ഫലപ്രദമായി തരണം ചെയ്യുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളുമാണ് തേടിയെത്തുക. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ നിങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ്.